എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയാം. ആദ്യം അച്ഛമ്മ ഭക്ഷണം കഴിക്കാം. ഈ ഭക്ഷണത്തിന്റെ കാര്യം വിട്. നീ വീട്ടിലെ അവസ്ഥ പറയൂ, എങ്ങനുണ്ട്? അച്ഛമ്മ ഭക്ഷണം കഴിച്ച് കഴിയാതെ ഞാൻ ഒരു കാര്യവും പറയില്ല. നിങ്ങൾ എല്ലാരും വളരെ പിടിവാശിക്കാരാ. ശരി, താ. കഴിച്ചു. ഇനി പറ, സരളയുടെ മൂഡ് എങ്ങനെയായിരുന്നു? ഇന്നലെ അധികം പ്രശ്നം ഉണ്ടായില്ല. ഞാനും പ്രണവും ഇത് തടഞ്ഞില്ലെങ്കിൽ വീട്ടിൽ വലിയ കുഴപ്പമാവും അച്ഛമ്മ. അമ്മ ഒരു ദിവസത്തെ സമയം തന്നിട്ടുണ്ട്. അതിനുള്ളിൽ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അമ്മ സത്യങ്ങളെല്ലാം അദ്ദേഹത്തോട് പറയൂന്ന്. പക്ഷേ മോളെ, നീ എന്ത് ചെയ്യും? ഇതൊക്കെ നമ്മൾ എങ്ങനെ തടയും? അറിയില്ല അച്ഛമ്മ. ഞാൻ പ്രണവിന്റെ ഫോണിന് വേണ്ടി കാത്തിരിക്കുക. പ്രണവ് ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ. നീ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? നീ തന്നെ അവനെ ഫോൺ ചെയ്യൂ. എന്നിട്ട് ചോദിക്കേ ഇനി എന്ത് ചെയ്യണമെന്ന്. അവൻ എന്തെങ്കിലും കണ്ടുപിടിച്ചോ ഇല്ലയോ എന്ന്. ആ ശരി, ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം. ചേച്ചി, ആ ചേച്ചി, ഞാൻ ചേച്ചിയെ വിളിക്കാനിരിക്കായിരുന്നു. ഇങ്ങോട്ട് വിളിച്ചത് നന്നായി. പ്രണവ്, നീ എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചോ? ആ ചേച്ചി, ഞാൻ കണ്ടുപിടിച്ചു. ചേച്ചി ടെൻഷൻ അടിക്കാതിരിക്കുക, ഞാൻ എല്ലാം ശരിയാക്കാം. പറയൂ, എന്താ വഴി? ചേച്ചി ഫോണിലൂടെ വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം, അവിടെ വെച്ച് സംസാരിക്കാം. ചേച്ചി അവിടെ തന്നെ വെയിറ്റ് ചെയ്യേ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട് പ്രണവ്, നീ വേഗം വന്നാ മതി. ഓക്കെ ചേച്ചി. എന്തു പറഞ്ഞു? അച്ഛമ്മ, അവൻ പറയാ അവൻ എന്തോ ഒരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്, വന്നിട്ട് പറയാന്ന്. നല്ല വഴി തന്നെ ചിന്തിച്ചിട്ടുണ്ടാവും. എന്റെ ഭഗവാനെ, പ്രണവ് വളരെ കഷ്ടപ്പെടുകയാണ്. അവനെ അവന്റെ ലക്ഷ്യത്തിൽ എത്തിക്കണേ. അച്ഛമ്മ പ്ലീസ്, അച്ഛമ്മ ഈ ഭക്ഷണം ഒന്ന് കഴിച്ചേ. ഞാൻ പോയി അദ്ദേഹത്തെ ഒന്ന് കണ്ടിട്ട് വരാം. ശരി ശരി, ഞാൻ കഴിച്ചോളാം, നീ പൊയ്ക്കോ. ചെല്ല്, പൊയ്ക്കോ. ആ നല്ലതാണല്ലോ. ഷീ ലൈക്സ് ഇറ്റ്. അപ്പൊ പിന്നെ എനിക്ക് ഇഷ്ടപ്പെടുമല്ലോ. പുറത്തെവിടെങ്കിലും പോവാണോ? നമ്മൾ പുറത്തു പോകുന്നു. അതിന് ഇന്ന് മീറ്റിംഗ് ഒന്നും ഇല്ലല്ലോ. ആ, മീറ്റിംഗ് ഒന്നുമില്ല. പക്ഷേ നിന്റെ എൻഗേജ്മെന്റിന് വേണ്ടി കുറച്ച് ഷോപ്പിംഗ് നടത്തണ്ടേ? എന്താ? പിന്നല്ലാതെ. അതെ, നാളെ നിന്റെ എൻഗേജ്മെന്റാ. അപ്പോൾ നല്ല ഡ്രസ്സൊക്കെ വേണ്ടേ? പിന്നെ ഞാൻ ഇന്നലെ നിന്റെ വീട്ടിൽ വന്നിരുന്ന കാര്യം ആലിയോട് പറഞ്ഞിരുന്നു. ആൻറ്റി അപ്സെറ്റായ കാര്യവും പിന്നെ പ്രണവിൻ്റെയും നിന്റെ എൻഗേജ്മെന്റിന്റെ കാര്യം ആൻറ്റിയോട് പറയാത്തതിനുള്ള പരിഭവമൊക്കെ ഞാൻ ആലിയോട് പറഞ്ഞു. അതിനിടയിൽ അവൾ എന്നോട് പറയാ, ഇത്രയും കുറഞ്ഞ സമയത്ത് ഇത്രയും വലിയ അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്യേണ്ടതെന്ന്. ചേട്ടൻ ഇത്രയ്ക്ക് വലിയ ബോംബിട്ട സ്ഥിതിക്ക് അതിന്റെ എഫക്റ്റും കൂടെ അങ്ങ് ഏറ്റെടുത്തോന്നാ അവള് പറയുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങ് ഡിസൈഡ് ചെയ്തു, ഇതിന്റെ മൊത്തം ചെലവ് ഞാൻ ഏറ്റെടുക്കാം. സർ, അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. എന്റെ വീട്ടിൽ ഒരുപാട് ഡ്രസ് ഉണ്ട്, ഞാൻ അതിൽ ഏതെങ്കിലും ഒന്ന്. നീ ആള് കൊള്ളാലോ. കല്യാണത്തിന് എൻഗേജ്മെന്റും പെൺകുട്ടികൾ വളരെ ബെസ്റ്റ് ആയിട്ടിരിക്കാനല്ലേ ആഗ്രഹിക്കും. നീ പറയുക എന്തെങ്കിലും ഇട്ടോളാന്ന്. സാർ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കൂ. എന്നെയും എന്റെ കുടുംബത്തെയും സാർ ഇങ്ങനെ ഫേവർ ചെയ്യാൻ പാടില്ല. ഫേവറോ? ഇത് ഞാൻ നിനക്ക് വേണ്ടിയൊന്നും അല്ല ചെയ്യുന്നത്, എനിക്ക് വേണ്ടിയാ ചെയ്യുന്നത്. സാറിന് വേണ്ടിയെന്ന് വെച്ചാ? നോക്ക്, നിന്റെ എൻഗേജ്മെന്റ് ഞാൻ എത്രമാത്രം ചെലവ് ചെയ്യുന്നോ അത് ഞാൻ നിന്റെ സാലറിന്ന് കട്ട് ചെയ്യും. സത്യം പറഞ്ഞാൽ ഞാൻ മനഃപൂർവ്വം കുറച്ച് ചെലവ് കൂട്ടും. കാര്യം എന്താന്ന് വെച്ചാ നീ ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവുമല്ലോ. അതിനെന്താ പറയാ, അടിമ. ഞാൻ നിന്നെ അടിമയായി വെക്കാൻ പോവാ. സാർ ഇതുവരെ എന്നോട് ഒരു തവണ. ഇനി നീ എന്തെങ്കിലും പറഞ്ഞാ ഞാൻ ചെലവാക്കുന്നത് ഡബിൾ ആക്കും. നിന്നെ മാത്രമല്ല, ഞാൻ പ്രണവിനെ കൂടെ അടിമയാക്കി വെക്കും. ഇനിയിപ്പൊ എന്ത് ചെയ്യും? എങ്ങനെ തടയും ഇദ്ദേഹത്തെ? എനിക്ക് പ്രണവനോട് സംസാരിക്കണമായിരുന്നു. അവൻ ഇപ്പൊ വരും. അപ്പൊ ഞാനിവിടെ ഇല്ലെങ്കിൽ. സാർ, ഷോപ്പിങ്ങിന് നാളെ പോയാലോ? നാളെ നിന്റെ എൻഗേജ്മെന്റാ. നാളെ എൻഗേജ്മെന്റ് നടത്തോ അതോ ഷോപ്പിംഗ് നടത്തോ? ഇല്ല സാർ, നമുക്ക് രാവിലെ പോവാലോ. മനസ്സിലാവില്ല അല്ലേ? നീ അങ്ങോട്ട് തിരിഞ്ഞ. എന്താ സാർ, ഞാൻ പറയുന്നതേ. നടക്ക് 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 നടക്ക്. ആരാ തരേന്ന്? ഇവിടെ വരാന്ന് പറഞ്ഞാണല്ലോ, എന്നിട്ട് എവിടെ പോയി? ആരാ വരാനുള്ള? ആലിയ. അവൾ ഇവിടെ വരാന്ന് പറഞ്ഞോ? അവളാ ഇവിടെ വരാന്ന് എന്നോട് പറഞ്ഞത്. അപ്പൊ ഈ ഷോപ്പിങ്ങിന്റെ ഐഡിയയും ആലിയയുടേതാ. എന്തെങ്കിലും അവള് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ഏട്ടാ, അവിടെ ഇവിടെ നോക്കുന്നെന്താ? ഞാനിവിടെ ഉണ്ട്. അല്ല, ഏട്ടൻ എന്താ ഇത്രയും വൈകിയേ? അത് ഈ ബലൂണില്ലേ, അവൾക്ക് വരാൻ ഇഷ്ടമല്ലായിരുന്നു. അതേട്ടാ, എനിക്ക് തോന്നുന്നു അവൾക്ക് നാണം കൊണ്ടാവും വരാത്തത്. എന്താണെന്നറിയോ, ആദ്യമായിട്ടല്ലേ ഇവളുടെ കല്യാണം നടക്കാൻ പോകുന്നത്. മിക്ക ആൾക്കാരും ആദ്യമായിട്ടാണല്ലോ കഴിക്കുന്നത്. അല്ലല്ല,
ഏട്ടൻ അറിയാത്തതുകൊണ്ട് 2 കല്യാണം കഴിക്കുന്ന ആൾക്കാരും ഉണ്ട്. ചിലപ്പോ സാഹചര്യങ്ങൾ കാരണം, ചിലപ്പോ ഇൻട്രസ്റ്റ് കാരണം. അല്ലേ പ്രിയ? ദേ നോക്ക്, പാവത്തിന് വീണ്ടും നാണം വന്നു. ഏട്ടാ ഒരു കാര്യം ചെയ്യ്, ഇവക്ക് വേണ്ടി ഒരു ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കുക. അതുവരെ ഞങ്ങൾ 3 പേരും കുറച്ച് ഗേൾ ടോക്ക് ചെയ്തിട്ട് വരാം. യുനോ വിൽ ലൂസൺ അപ്പ് എ ലിറ്റിൽ ബിറ്റ്. ആ നിങ്ങൾ എന്താന്ന് വെച്ചാൽ നോക്ക്, ഞാൻ അവിടെ ഒന്ന് നോക്കട്ടെ. അല്ല, നിനക്ക് എന്ത് തോന്നുന്നു? ഐ മീൻ, എങ്ങനെ തോന്നി എന്റെ അടുത്ത പണി? ആദ്യത്തെ പണിയുണ്ട് ഞാൻ നിന്റെയും പ്രണവിന്റെയും എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്തു. രണ്ടാമത്തേത് നിന്റെ എൻഗേജ്മെന്റ് ഷോപ്പിംഗ് ഏട്ടനെ കൊണ്ട് ചെയ്യിക്കുന്നു. ആലിയ, ഇവളെ കൈ പിടിച്ച് ഏൽപ്പിക്കുന്നതും അഭി തന്നെ ആയിക്കോട്ടെ. കാരണം ഭർത്താവ് ഭാര്യയുടെ കൈ മറ്റൊരാളെ ഏൽപ്പിക്കുന്നു. എക്സ് ഭാര്യയുടെ കൈകൾ. നീ വളരെ കോൺഫിഡൻസോടെയല്ലേ പറഞ്ഞത് ഈ നിശ്ചയം നടക്കാൻ അനുവദിക്കില്ലെന്ന്? നീ ആണെങ്കിൽ ഒന്നും ചെയ്യുന്നുമില്ല. അപ്പൊ പിന്നെ ഞാൻ കരുതി ഞാൻ എന്തെങ്കിലും ചെയ്യാന്ന്. ടാറ്റായ്. നീ എന്ത് വേണേലും ചെയ്തോളൂ ആലിയ. നിശ്ചയത്തിന്റെ ഒരുക്കങ്ങൾ ചെയ്തോളൂ, ഡെക്കറേഷൻസ് നടത്തിക്കോളൂ. ഈ നിശ്ചയം നടക്കാൻ പോകുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് വീട്ടിലെത്തുമ്പോൾ നിനക്ക് മനസ്സിലാവും. എനിക്ക് മനസ്സിലാവാത്ത മറ്റൊരു കാര്യം, എത്ര തെറ്റ് ചെയ്താലും നിങ്ങൾ പഠിക്കുന്നില്ലല്ലോ. എത്ര തവണ ഞങ്ങളെ തമ്മിൽ അകറ്റാൻ നിങ്ങൾ ശ്രമിച്ചു, എന്നിട്ടും അതിലധികം അദ്ദേഹം എന്നോട് അടുക്കല്ലേ ചെയ്തത്. നിങ്ങൾക്കിത് മനസ്സിലാവുന്നില്ല. ഇന്ന് നോക്കൂ, നിങ്ങൾ രണ്ടുപേരും കാരണം ഈ ദിവസം മുഴുവനും എനിക്ക് അദ്ദേഹത്തോടൊപ്പം ചെലവഴിക്കാൻ കഴിയും. ഇനിയിപ്പോ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യാനായി എനിക്ക് കുറച്ചധിക സമയം എടുക്കേണ്ടി വന്നാലും ആരും എന്നോടൊന്നും പറയില്ല. നീ പറഞ്ഞത് ശരിയാ തനു, എന്റെ കൈ പിടിക്കുന്നത് ഇദ്ദേഹം തന്നെ ആയിരിക്കും. പക്ഷെ അന്ന് നടക്കുന്ന ഞങ്ങളുടെ കല്യാണമായിരിക്കും. പിന്നെ ആലിയ, നീ ഈ നിശ്ചയം പറഞ്ഞ് എന്നെ പേടിപ്പിക്കണ്ട. ഇത് മുടക്കാൻ 100 വഴികൾ എന്റെ മുന്നിൽ ഇന്ന് തന്നെ ഉണ്ട്. പക്ഷെ ഞാൻ അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ മാത്രമേ ചിന്തിക്കൂ. ഇത്രയും വൃത്തികേടുകൾ ചെയ്തു കൂട്ടിയിട്ടും നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല എങ്കിൽ നാളത്തെ ദിവസം ഞാൻ ചിലപ്പോ ഇദ്ദേഹത്തിന്റെ കൈകൊണ്ട് തന്നെ എന്റെ കയ്യിൽ മോതിരം അണിയിച്ചിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? വേണ്ട ആലിയ, നമുക്ക് ഇവളോടൊന്നും പറയാൻ വേണ്ട, ഇവളോട് ചലഞ്ചും ചെയ്യണ്ട. നീ ആദ്യത്തെ ചലഞ്ച് ജയിച്ചു കാണിക്ക, രണ്ടാമത്തേത് പിന്നെ മതി. ഞാനും നോക്കാം ഏട്ടന്റെ കല്യാണം നീയുമായിട്ടാണോ അതോ തനുവായിട്ട് നടക്കുന്നു. ബലൂൺ എന്തിനെന്നെ തടഞ്ഞ? അവളെ പേടിയാണോ? തടയാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യും? നമ്മുടെ പ്രിയ അഭി എത്രത്തോളം അകറ്റാൻ ശ്രമിക്കുന്നു അത്രത്തോളം അവര്. ലാസ്റ്റ് ടൈമിൽ എന്താ ഉണ്ടായേ? നീ പ്രിയ എന്റെ കൂടെ അയച്ചു താലി വാങ്ങാൻ വേണ്ടി. പിന്നെ എന്താ ഉണ്ടായത്? അഭി പ്രിയെ തന്നെ ആ താലി അങ്ങ് അണിയിച്ചു. ഇല്ല, നീ കാരണം. നീ അവിടുന്ന് പോയതുകൊണ്ട്. ഇത്തവണ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ലാസ്റ്റ് ടൈം പ്രിയ എന്നെ കളിപ്പിച്ചു. ഇത്തവണ ഞാൻ അവൾക്ക് പണി കൊടുക്കും. വാ, എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ചെയ്യാനുണ്ട്. ലെറ്റ്സ് ഗോ. ബലൂൺ ബലൂണേ. സർ, ഈ ബലൂൺ ആരാണ്? ബലൂൺ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ പേരാ. ദേഷ്യം വരുമ്പോഴുണ്ടല്ലോ അവളുടെ മുഖം ഇങ്ങനെ വീർത്ത് ബലൂൺ പോലെയാവും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിളിക്കുന്നത്. ബട്ട് അതാരാണ് സർ? നിനക്ക് ബലൂണിനെ അറിയില്ല അല്ലേ? അവക്ക് വേണ്ടിയാ ഞാൻ ഇതൊക്കെ സെലക്ട് ചെയ്യുന്നത്. പക്ഷേ അവരെവിടെയാണ് സർ? അവള് ആ, ഇവിടെ നിൽക്കാണോ? എന്നെന്താ വിളിച്ചത്? ദേ ഇതാണ് എന്റെ ബലൂൺ. ഷീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് മൈ ബിഗസ്റ്റ് ഫാൻ. ഷീസ് വെരി പ്രിറ്റി സർ. യെസ്, ഷീസ് പ്രിറ്റി. ഇവൾ എത്ര പ്രിറ്റിയാണോ അപ്പോ അത്രത്തോളം നല്ല ഡ്രസ്സ് നിങ്ങൾ കാണിക്കേണ്ടി വരും. അത് ഞാൻ കാണിച്ചു തരാം. പക്ഷേ സാറിന്റെ ആ പാട്ടിലെ ഓ മൈ ബലൂൺ അത് ഇവർക്ക് വേണ്ടിയുള്ളതാണോ? അത് എഴുതിയ സമയത്ത് എന്തായാലും അത് ഇവളെ ഉദ്ദേശിച്ചൊന്നും അല്ലായിരുന്നു. ഇനി അത് ഇവക്ക് വേണ്ടിയാ. ഷീസ് വെരി ബ്യൂട്ടിഫുൾ സർ. അയ്യോ, ഇവള് ബ്യൂട്ടിഫുൾ മാത്രമല്ല വളരെ ഇന്റലിജന്റ് കൂടിയാ. മതി മതി മതി. ഒരാളെ പുകഴ്ത്തേണ്ടത് അയാളുടെ മുന്നിൽ വെച്ചല്ല. സാർ എന്തിനാ എന്നെ പുകഴ്ത്തി ഇങ്ങനെ പാലം കെട്ടുന്നത്? നോക്ക്, മനുഷ്യൻ പാലം കെട്ടുന്നത് 2 സ്ഥലങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കാൻ വേണ്ടിട്ടാ. ഏത് സ്ഥലങ്ങളാ ഇപ്പൊ ഒന്നിപ്പിക്കണ്ടേ? എനിക്ക് 2 സ്ഥലങ്ങളല്ല ഒന്നിപ്പിക്കേണ്ടത്, പ്രണയിക്കുന്ന 2 ആൾക്കാരെ തമ്മിലാ ബന്ധിപ്പിക്കേണ്ടത്. ആരെ? എന്തൊക്കെയാ നീ ചോദിക്കുന്നേ? നീ വന്ന കാര്യം എന്താന്ന് വെച്ചാൽ ചെയ്യാൻ നോക്ക്. ഡ്രസ്സ് സെലക്ട് ചെയ്യ്. നോക്ക് എത്ര നല്ല ഡ്രസ്സസാ. മാത്രമല്ല ഞാൻ ഇവക്ക് വേണ്ടി സെലക്ട് ചെയ്ത ഡ്രസ്സ് എവിടെ കാണിക്കേ. ഞാൻ കാണിച്ചു തരാം. വരൂ മാം, എന്റെ കൂടെ വരൂ. കമോൺ. വരൂ സർ, ഞാൻ കാണിക്കാം. ഇതാണ് സർ സെലക്ട് ചെയ്ത ഡ്രസ്സസ്.
ഇതൊന്നും താങ്ങാനുള്ള ശേഷിയില്ല അവക്ക്. സോറി, ഇത്ര അധികം ഡ്രസ് ഒരുമിച്ച്. എന്റെ അടുത്തൊരു ഐഡിയ ഉണ്ട് മാം. മാം വരൂ, ഞാൻ കാണിക്കാം. കാണാൻ ഐഡിയ ഒന്നും അല്ല വേണ്ടത്, കണ്ണാടിയാ വേണ്ടത്. അതെന്തായാലും ഇവളുടെ കയ്യിൽ തന്നെയുണ്ട്. ഞാൻ അതല്ല പറഞ്ഞത് സർ. ഞാൻ നല്ല രീതിയിൽ ഹാങ് ചെയ്ത് കാണിക്കാം, നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ വേണ്ടി. അവിടേക്ക് പോ, അവിടെ വെച്ച് ഞാൻ കാണിച്ചു തരാം. വരൂ സർ. സാറും കൂടെ വരൂ. മാം ഇവിടെ തന്നെ നിൽക്കൂ, പിന്നെ സാർ ഇവിടെ നിൽക്ക. നിങ്ങള് എന്നെ ഇനി ഇവിടെ സ്റ്റാച്ചു ആയിട്ട് അങ്ങനെ നിർത്താൻ പോവാണോ? ഇല്ലില്ല സർ. സാർ എന്തൊക്കെയാ പറയുന്നേ? ഇല്ല, പ്രതിമയാക്കിക്കൊള്ളുന്നേ. കുറച്ചുനേരം മിണ്ടാതിരിക്കുമല്ലോ. എന്താ? ആദ്യം മാമിനെ ഇവിടെ നിർത്താം, എന്നിട്ട് ഡ്രസ്സസ് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് സാറ് പറയണം. അപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ചത് ഇവളെ സ്റ്റാച്ചു ആക്കി നിർത്താന്നല്ലേ? ഗ്രേറ്റ് ചോയ്സ്. വേഗം സ്റ്റാച്ചു ആയിക്കോ. അനങ്ങിയാൽ ചെലവുണ്ടല്ലോ, ഞാനതങ്ങ് കൂട്ടും. ശരിക്കും പറഞ്ഞ കല്യാണ പെണ്ണിനെ പോലെ തന്നെയുണ്ട്. ഇനിയും തടയണോ എന്നെ? ഞാൻ പറഞ്ഞതല്ലേ ഇവൾക്ക് എന്തെങ്കിലും ചലഞ്ച് കൊടുക്കാന്ന്. അവൾ അതിൽ ബിസി ആയിക്കോളൂന്ന്. ഇപ്പതേ അവിടെ നിന്ന് റൊമാൻസ് ചെയ്യുന്നു. നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? ഇവിടെ നിന്ന് അവരുടെ റൊമാൻറ്റിക് ഫിലിം പ്രൊഡ്യൂസ് ചെയ്യാൻ പോവാണോ? പോയി അവരെ തടയേ. പക്ഷെ എങ്ങനെ? അതും ഇനി ഞാൻ തന്നെ പറയണം. ഓക്കെ. കഴിഞ്ഞോ പ്രിയയുടെ ഡ്രസ് സെലക്ഷൻ? അത് ശരി, എന്തായാലും നന്നായി. ഇനി എനിക്ക് ഡ്രസ് സെലക്ട് ചെയ്യാം. കൊള്ളാലോ, ഇത് നല്ല കളറാ. ഇത് ആ ലഹങ്കയാണല്ലോ ഞാൻ എന്റെ കല്യാണത്തിന് വേണ്ടി സെലക്ട് ചെയ്തത്. നല്ല കളറാ അല്ലേ അബി? നല്ല കളറൊക്കെ തന്നെ. ശരി, എങ്കിൽ ഞാനിത് ട്രയൽ റൂമിൽ പോയി ഒന്ന് ട്രൈ ചെയ്യാം. ഇതെനിക്ക് സ്യൂട്ടാവും. ഓക്കെ തനു, നമ്മള് എൻഗേജ്മെന്റിന്റെ ഷോപ്പിംഗ് അല്ലേ നടത്തുന്നത്? എന്താ തിരുമേനി പറഞ്ഞോ നിശ്ചയത്തിന് ഡ്രസ്സ് എടുക്കുമ്പോ കല്യാണത്തിന് എടുക്കാൻ പാടില്ലെന്ന്? ഇല്ലല്ലോ. അബി, ഞാൻ ട്രയൽ റൂമിൽ പോവാ. കുറച്ച് കഴിയുമ്പോ നീ അവിടെ വന്നാ മതി. പിന്നെ ഇത് നോക്കി പറയണം എനിക്ക് ചേരുന്നുണ്ടോന്ന്. ഓക്കെ? യുനോ, മമ്മി പറഞ്ഞിരുന്നു കല്യാണത്തിന്റെ ഡ്രസ്സ് വരനാണ് എടുക്കുന്നെങ്കിൽ സ്നേഹം കൂടുമെന്ന്. സോ നമ്മൾ ഇന്ന് ഒരുപാട് ഷോപ്പിംഗ് നടത്തും. എല്ലാം നീ തന്നെ സെലക്ട് ചെയ്യണം. പിന്നെ നമുക്കിടയിൽ ഒരുപാട് സ്നേഹം ഉണ്ടാവും. പക്ഷെ നീ വരുമോ ട്രയൽ റൂമിലേക്ക്? നീ പോയാലല്ലേ വരാൻ പറ്റൂ. ഇല്ല, നീ ആദ്യം പ്രോമിസ് ചെയ്യ. പ്രോമിസ്. എന്റെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വന്നോളാം.
നീ പോവാതെ എങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും? ഒന്ന് പോ. ഓക്കെ. എക്സ്ക്യൂസ് മീ. അല്ല മാം, നിങ്ങളാണോ? ഹൗ ആർ യു? ഈ ലെഹങ്ക ട്രയൽ റൂമിലേക്ക് ഒന്ന് അയക്കൂ. എനിക്കൊന്ന് ട്രൈ ചെയ്യണം. എനിക്ക് നിങ്ങളെ പരിചയമുണ്ടോ? അല്ല മാഡം, മറന്നുപോയോ? കുറച്ച് ദിവസം മുമ്പ് വേറൊരു സാറിന്റെ കൂടെ ഇവിടെ വന്നില്ലേ? അദ്ദേഹം മാഡത്തിന് ഒരു ഡ്രസ്സ് എടുത്തു തന്നു. ആ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ ഞാനാ സാറിനെ ഹെൽപ്പ് ചെയ്തേ. നിങ്ങൾക്ക് തെറ്റിദ്ധാരണ സംഭവിച്ചതാ. അത് ഞാനല്ലായിരുന്നു. ഇൻഫാക്ട് ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. അല്ല മാഡം, മാഡം തന്നെയായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മറന്നുപോയത് മാഡമാ. ഇല്ലില്ല, നിങ്ങൾ സത്യത്തിൽ തെറ്റിദ്ധരിച്ചതാ. ചിലപ്പോ നിങ്ങൾ മറ്റാരെങ്കിലും കണ്ടു കാണും. അല്ല മാഡം, മാഡം തന്നെയായിരുന്നു. ഞാനൊരു സൂപ്പർ മോഡലാണ്. ചിലപ്പോ നിങ്ങൾ എന്നെ മാഗസീനിൽ കണ്ടതായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോ ഏതെങ്കിലും ആഡ് ഫിലിമിലായിരിക്കാം. റൈറ്റ്. അതെ സാർ, ഞാൻ ആഡ് ഫിലിമിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ ദിവസം ഞാൻ മാഡത്തെ തന്നെയാ കണ്ടത്. മാഡത്തെ കണ്ടപ്പോ എനിക്ക് ഒരുപാട് സന്തോഷമാവുകയും ചെയ്തു. ഞാൻ മാഡത്തിന്റെ കൂടെ ഒരു സെൽഫി എടുത്തിരുന്നു. ഇന്ന് ഞാൻ എന്റെ ഫോൺ എടുക്കാൻ മറന്നുപോയി. ഇല്ലെങ്കിൽ ഞാനത് കാണിച്ചു തരായിരുന്നു. സോറി, എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. നിങ്ങളിത് എനിക്ക് തന്നേക്കൂ. ഞാനിത് സ്വയം ട്രൈ ചെയ്തോളാം. ഒരു മിനിറ്റ്. അയ്യോ ഷോ, നിങ്ങൾ കണ്ടത് ഇവരെ തന്നെയാണോ കുറച്ചു ദിവസം മുന്നേ? 100% മാം. അന്ന് മാഡത്തിന്റെ കൂടെ ഇവിടെ വന്ന സാറില്ലേ, അത് കഴിഞ്ഞിട്ട് ഒരുപാട് തവണ ഇവിടെ വന്നു. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ നന്നായി അറിയാം. എത്ര നേരമായി നിങ്ങൾ അനാവശ്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കുക? ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരാളുടെ ഒപ്പം ഇവിടെ വന്നിട്ടില്ലെന്ന്. തനു, നീ അതിനെന്തിനാ അവരോട് ദേഷ്യപ്പെടുന്നത്? അവർ ചിലപ്പോൾ നിന്നെ കണ്ടിരുന്നെങ്കിൽ തന്നെ എന്താ കുഴപ്പം? അപ്പൊ അപ്സെറ്റ് ആവാതെ പിന്നെ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള ഒരു സെലിബ്രിറ്റീസിനോട് സംസാരിക്കാൻ വേണ്ടി കാരണം ഉണ്ടാക്കി ഓരോ അനാവശ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇല്ല മാഡം, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞതല്ല. മാഡം തന്നെയാ വന്നത്. എന്റെ കയ്യിൽ പ്രൂഫ് ഉണ്ട്. ആണോ? എങ്ങനെ? മാഡത്തിന്റെ കൂടെ വന്ന സാറില്ലേ, അദ്ദേഹത്തോട് ചോദിക്ക്. അദ്ദേഹം പറയും ഞാൻ കള്ളമാണോ പറയുന്നത് അതോ സത്യമാണോ എന്ന്. ശരി, അദ്ദേഹം എവിടെ? എന്റെ കൂടെ വരൂ. പോയി നോക്കാം. നമസ്കാരം എടുത്തി. നമസ്കാരം. അതെ പ്രണവ്, നീ ഇത്ര ധൃതിയിൽ എങ്ങോട്ടാ പോകുന്നേ? അബിയെ കാണാനാ. അതിനവൻ അവിടെ ഉണ്ടെങ്കിലല്ലേ കാണാൻ പറ്റൂ. അല്ല, അവനോട് പോയി. അവൻ പുറത്തോട്ട് പോയതാണല്ലോ. പിന്നെ ബാക്കിയുള്ളവരോ? ബാക്കിയുള്ളവരെന്ന് വെച്ചാ നീ ഉദ്ദേശിച്ചത് പ്രിയ, ആലിയ, തനു ഇവരൊക്കെയാണോ? അതെ. അവരും അവന്റെ കൂടെ പുറത്തു പോയല്ലോ. എപ്പോ ഓരോന്നെങ്ങനെ പറഞ്ഞിരുന്നോ? പറഞ്ഞിട്ടൊന്നും അല്ല പോയത്. അവര് പോയിട്ടും കുറെ നേരമായി. എപ്പോ വരുമെന്നറിയില്ല. നിനക്ക് പോയിട്ട് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് വന്നാ മതി. അതിനിടയ്ക്ക് അവര് വരുവാണെങ്കിൽ ഞാൻ നിന്നെ ഫോൺ വിളിച്ചു പറയാം. ഇറ്റ്സ് ഓക്കെ എടുത്തി, ഞാൻ വെയിറ്റ് ചെയ്യാം. അല്ല, നീ എത്ര നേരം വെച്ചാ വെയിറ്റ് ചെയ്യാം? ചിലപ്പോ ഒരുപാട് ലേറ്റ് ആയാലോ? സാരമില്ല, ഐ വിൽ വെയിറ്റ്. ഇവൻ എന്തിനാ ഇത്ര ടെൻഷൻ അടിച്ചു നിൽക്കുന്നേ? ഇവൻ എന്താവും ചിന്തിക്കുന്നേ? പ്രണവ്, ഇനി എന്തെങ്കിലും അർജന്റ് കാര്യമാണെങ്കിൽ നീ എന്നോട് പറയൂ, ഞാൻ അവരോട് പറഞ്ഞേക്കാം. ഇല്ല എടുത്തി, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നിന്നെ കാണുമ്പോ തന്നെ അറിയാലോ എന്തോ അർജന്റ് കാര്യമാണെന്ന്. ശരി, അത് വിട്. നിനക്ക് ചായ എടുക്കട്ടെ? വേണ്ട, താങ്ക്സ്. ആ പ്രണവ്, നീ വന്നോ? അച്ഛമ്മേ, അബിയും ബാക്കിയുള്ളവരും എവിടെ പോയെന്നറിയോ? അവൾ നിന്നെ തന്നെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ അഭി അവളെ നിർബന്ധിച്ച് ഷോപ്പിങ്ങിന് കൊണ്ടുപോയി. അച്ഛമ്മേ, ഞാൻ പെട്ടെന്ന് തന്നെ എത്തിയേനെ, പക്ഷേ ഒരുപാട് ട്രാഫിക് ആയിപ്പോയി. നീ ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാണ്? എങ്ങനെ നീ ഇത് തടയുമെന്ന് എന്നോട് പറഞ്ഞതാ? അച്ഛമ്മേ, ഞാൻ പറയാൻ വന്നത്, അത് പറയാൻ വന്നത് എന്താന്ന് വെച്ചാൽ, നീ എന്താ പറയാൻ വന്നത്? അച്ഛമ്മ മരുന്ന് കഴിച്ചോ? ആ മരുന്ന് ഞാൻ നേരത്തെ കഴിച്ചായിരുന്നല്ലോ. ആ, മരുന്ന് കഴിച്ചാലല്ലേ അപ്പോ അസുഖം കുറയുള്ളൂ, അങ്ങനെയല്ലേ? ആ, ഇപ്പം മനസ്സിലായല്ലേ? വരൂ, നമുക്ക് അവിടെ ഇരിക്കാം. ആ ശരി, വാ. വാ. അതാ നോക്കുമേ. ഇത് നല്ലൊരു അവസരമാണ് സത്യം പുറത്തു കൊണ്ടുവരാൻ. ആയുഷോ, ഇത് അതേ വ്യക്തിയാണെന്ന് ഇവരുടെ കൂടെ കണ്ട ആള്? മാഡം തന്നെ പോയി ചോദിച്ചു നോക്കൂ. ഇനി അഥവാ എനിക്കെങ്ങാനും തെറ്റുപറ്റിയതാണെങ്കിലോ, അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു നോക്ക്.
തെറ്റും ശരിയും ആരുടെ ഭാഗത്താണെന്നുള്ള കാര്യം അവിടെ ചെന്നാലല്ലേ നമുക്ക് അറിയാൻ പറ്റും. വാ. അബി അത് വിട്ടേക്ക്. എന്തിനാവശ്യമില്ലാതെ ഒരു പ്രശ്നങ്ങളിൽ ഇടപെടുന്ന. കുഴപ്പമില്ല, 2 മിനിറ്റിന്റെ കാര്യമല്ലേ ഉള്ളൂ. ലെറ്റ്സ് ഗോ, കം ഓൺ. ഇനി എന്ത് ചെയ്യും? നീ എന്താ പറഞ്ഞിരുന്ന തനു? എന്റെ എക്സ് ഭർത്താവ് എക്സ് ഭാര്യയുടെ കല്യാണത്തിന് കൈ പിടിച്ചു കൊടുക്കണമെന്നോ? ഇപ്പൊ നോക്കൂ, നിന്റെ എക്സ് ബോയ് ഫ്രണ്ട് നിന്റെ ജീവിതം കൊളമാക്കാൻ പോവുക. നമുക്ക് പോവാം, വരൂന്നേ. ഹലോ സർ. ഹലോ പല്ലവി. അതെ സർ. ഹൗ ആർ യു? ഗുഡ് സർ. ഇപ്പോഴും ഇവിടെ തന്നെ ജോലി ചെയ്യാണോ? എന്ന് വെച്ചാൽ എവറിത്തിങ് ഇസ് ഫൈൻ? ഷുവർ സർ, എല്ലാം നന്നായി പോകുന്നു. സർ ആക്ച്വലി എനിക്ക് സാറിനെ ചിലരെ പരിചയപ്പെടുത്തണം. എന്നെയോ? ആർക്ക്? സാറിന്റെ ഫ്രണ്ടിനെ. എന്റെ ഫ്രണ്ടോ? ഏത് ഫ്രണ്ട്?